നമസ്കാരം. ശ്രീ സന്ദീപ് തമ്പാനൂർ. നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ ഹൈന്ദവരുടെ മേൽ എന്തും ആർക്കും ആകാം, അതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിലെ ആറാട്ടു മണ്ഡപത്തിൽ കണ്ട കാര്യം. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇതിൻ്റെ ആറാട്ട് മണ്ഡപത്തിലാണ് ഒരിക്കലും ഒരു മതത്തിനോടും ചെയ്യാൻ കഴിയാത്ത കാര്യം ഇവിടെ ചിലർ നടത്തിയത്. അത് അത്യന്തം ഹീനകരമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ ഒരു സംഭവമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നാം കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടത്. ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് ഇതിന് നേതൃത്വം കൊടുത്തവരോ ഇവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസോ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഇന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിളാണ്. അവിടെ പ്രത്യേകിച്ച് ഇന്ന് ആ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത് ഒരു ദിവസം ഒരു 10,000-കണക്കിന് ആൾക്കാരാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ ദർശിക്കുന്നത്. അപ്പൊ അത്രയും ആചാര പെരുമയും അത്രയും പ്രാധാന്യമുള്ള വൈഷ്ണവ ക്ഷേത്രമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായ ഒരു ഘടകമാണ് ഉത്സവം. ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഈ ആറാട്ട് നടക്കുന്നത്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ആറാട്ട് നടക്കും. അൽപ്പശി ഉത്സവവും പൈങ്കുനി. ഈ 2 ഉത്സവങ്ങളുടെയും അവസാന ദിവസം നടക്കുന്ന ആറാട്ട് ശംഖുമുഖം കടൽ തീരത്തെത്തി ഈ വിവാദമായ ആറാട്ട് മണ്ഡപത്തിൽ ഭഗവാനെ അത് പത്മനാഭസ്വാമിയും നരസിംഹമൂർത്തിയും ശ്രീകൃഷ്ണസ്വാമിയും കൂടി ഒരുമിച്ച് വന്ന് അവിടെ ആ മണ്ഡപത്തിൽ ഇരുന്നതിന് ശേഷമാണ് ആറാടുന്നത്. ആറാടി തിരിച്ചു വന്ന് അവിടെ ദീപാരാധന കൊടുത്താണ് മടങ്ങിപ്പോകുന്നത്. അത്രയും പ്രാധാന്യമുള്ള ഒരു പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ ആറാട്ട് നടക്കുമ്പോൾ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അറിയും. അത് എന്ന് പറയുന്നത് തിരുവനന്തപുരം വിമാനത്താവളം അടച്ചിടുകയാണ്. ഈ വിമാനത്താവളം അടയ്ക്കുമ്പോൾ ലോകത്തിലെ എവിടെയൊക്കെ എയർപോർട്ടുണ്ടോ ആ എയർപോർട്ടിലെല്ലാം ഒരു ഇന്റിമേഷൻ പോകും. അപ്പൊ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള അവിടുത്തെ ആരാധനയുമായി നിരവധിയായിട്ടുള്ള വ്യത്യസ്തമായ ക്രമീകരണങ്ങളാണ് അവിടെ. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ തന്നെ പ്രൗഢി ഇന്ന് ലോകരാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു ക്ഷേത്രത്തെ ഇവിടത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ എത്ര ലാഘവത്തോടു കൂടിയാണ് കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു ഏജൻസിയും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനോ അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പറയാനോ അതിനെ തുടർ നടപടികളായി എന്ത് ചെയ്യുമെന്നോ ഈ സമയം വരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ആരാധനാക്രമങ്ങളെ നശിപ്പിച്ചാൽ അല്ലെങ്കിൽ അതിനെതിരെ മുന്നോട്ട് വന്നാൽ ഇവിടെ ആരും ചോദിക്കാനില്ല, അല്ലെങ്കിൽ ആരോടും നമുക്ക് പറയേണ്ട ബാധ്യതയില്ല എന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ തന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ 2ാം തരം പൗരന്മാരാണോ എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ഉയർത്തുന്ന വിഷയം. അല്ല, ഇത് നടത്തിയത് ബോധപൂർവമാണ്. ബോധപൂർവമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം നാളിതുവരെ ഇതിനു മുമ്പ് അവിടെ ഫുഡ് ഫെസ്റ്റിവലും പലതുമൊക്കെ നടക്കാറുണ്ട്. ഒരാൾ നിന്നാൽ കാണാത്ത രീതിയിലുള്ള വലിയ വേലി കെട്ടിത്തിരിച്ചിട്ടാണ് അതിനുള്ളിലാണ് ഈ മണ്ഡപത്തെ നിലനിർത്തിയത്. കഴിഞ്ഞ 3 ദിവസമായി 4 ദിവസമായി അവിടെ ഈ ഫെസ്റ്റിവൽ നടക്കുകയാണ്.
ഈ 4 ദിവസവും ഇവിടെ ഇത് കഴിഞ്ഞ ദിവസം യാദർച്ഛികമായി പുറത്തു വന്നപ്പോഴാണ് ഇത് പൊതുസമൂഹം അറിയുന്നത്. കാരണം 4 ദിവസം വലിയ വേലിക്കെട്ടാണ്, ഷീറ്റിട്ട് മറച്ച വലിയ വേലിക്കെട്ടിനകത്താണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോ ഇത് ബോധപൂർവം, അല്ലെങ്കിൽ എന്തിനാണ് നാം മനസ്സിലാക്കേണ്ടത്, ആ 16 തൂൺ മണ്ഡപം കാണാൻ തന്നെ എന്ത് പ്രൗഢിയാണ്. ആ പ്രൗഢിയെ മറച്ചു കെട്ടണമെങ്കിൽ ഇതിന്റെ സംഘാടകർക്ക് ഇത്തരത്തിലുള്ള ഒരു മുൻധാരണ ഉണ്ടായിക്കൂടാ എന്ന് പറയാൻ സാധ്യമല്ല. കുടുംബശ്രീക്കാരല്ലേ? അതെ. അല്ലെങ്കിൽ എന്തിനാണ് ആ മണ്ഡപം, എല്ലാവരും മണ്ഡപം കാണാനും അവിടെ ഒന്ന് അതിനടുത്തിരുന്ന് വിശ്രമിക്കാനുമാണ് ശംഖുമുഖത്ത് വരുന്ന ഭൂരിഭാഗം പേരും എത്തുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് മറച്ചു കെട്ടിയത്? അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടി വരിക. പക്ഷേ ഇതൊരു ആറാട്ട് മണ്ഡപമാണെന്നുള്ള ഒരു അജ്ഞതയാണോ ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ സാധ്യമല്ല, ഉറങ്ങുന്നവനെ ഉണർത്താൻ സാധിക്കുന്നു. തിരുവനന്തപുരത്തെ ആർക്കാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്തത്? അവിടെ ഈ മണ്ഡപം എന്തിനാണ്? അവിടെ 2 മണ്ഡപമാണുള്ളത്. ശംഖുമുഖത്ത് ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട് 2 മണ്ഡപമുണ്ട്. നമ്മൾ പോകുമ്പോൾ റോഡിന്റെ ഇടതുവശത്തും ഒരു മണ്ഡപം വളരെ കുറച്ച് താഴ്ന്ന, റോഡിന്റെ ലെവലിൽ നിന്ന് താഴ്ന്നു കിടക്കുന്നു. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മണ്ഡപത്തിലായിരുന്നു ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് വന്ന് അവിടുന്നാണ് കടലിൽ കൊണ്ടിരുന്നത്. അതിനുശേഷം ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ അവിടുത്തെ പൂജാരി ശാന്തിക്കാർക്ക് ഇത്രയും ദൂരം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് അദ്ദേഹം രണ്ടാമത് ഈ കടൽ തീരത്ത് ഒരു പുതിയ മണ്ഡപം, അതും നൂറ്റാണ്ടുകളായി നിർമ്മിക്കപ്പെട്ടത്. ആ നൂറ്റാണ്ടുകളായി നിർമ്മിക്കപ്പെടുമ്പോൾ അതിനൊരു ഐതിഹ്യം പറയുന്നുണ്ട്. അശ്വതിരുനാൾ തമ്പുരാട്ടിയുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബുക്കിൽ തമ്പുരാട്ടി അത് പറയുന്നു. അതിൽ പറയുന്നത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന് വരുണദേവൻ ഒരു വരം കൊടുത്തതായിട്ടാണ് പറയുന്നത്. അതായത് ഈ മണ്ഡപം സ്ഥിതി ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കടൽ വരില്ല. നാം മനസ്സിലാക്കേണ്ടത് അത് ഐതിഹ്യമാണ്. പക്ഷേ സുനാമി വന്നു, കടൽക്ഷോഭങ്ങൾ നിരവധി വന്നു. നാളിതുവരെ ഈ മണ്ഡപത്തിന് അപ്പുറത്തേക്ക് കടൽ വന്നതായി ആരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ചരിത്ര, അല്ലെങ്കിൽ ഐതിഹ്യപരമായിട്ടുള്ള ഒരു പെരുമ അതിനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഗവൺമെന്റ്, കുടുംബശ്രീ, നഗരസഭ ഇവരെല്ലാം ഇതിനെ ബോധപൂർവം അതിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളാതെയുള്ള നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചും ഒരു തീരാക്കളങ്കമാണ്. ഇനി അവിടെ നടത്തേണ്ട ശുദ്ധിക്രിയകൾ സ്വാഭാവികമായും പലപ്പോഴും പല കോണുകളിൽ നിന്ന് വരുന്നത് 2 ദിവസമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. 2 ദിവസം ഉപയോഗിച്ചാലും 365 ദിവസം ഉപയോഗിച്ചാലും അതിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുക്കട്ടെ. അപ്പൊ ഇതൊരു ഗവൺമെന്റിൻ്റെതാണ്, അല്ലെങ്കിൽ ഇത് ഒരു പബ്ലിക്, അതായത് ഒരു പാർക്ക് ഒരിന്റെ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഞാനത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ നിന്നൊരു ജാഗ്രത കുറവുണ്ടായി എന്നും കൂടി ഞാൻ കരുതുകയാണ്. കാരണം ഇത്തരത്തിൽ നാം പവിത്രതയോടെ കാണുന്ന ഈ മണ്ഡപത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മുൻകൈ എടുക്കേണ്ടത് ഭരണസമിതിയായിരുന്നു. അവിടെയും ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇതിനകത്ത് ഈ മണ്ഡപം വളരെ തുറന്നു കിടക്കുന്നതാണ് അല്ലെ? അതിൽ എഴുതിയിട്ടുണ്ട് മുകളിൽ ആറാട്ട് മണ്ഡപം എന്നെനിക്ക് തോന്നുന്നു. വളരെ അത്ര വ്യക്തമല്ലായിരിക്കാം, പക്ഷേ ഇതിനെ വേറൊരു തരത്തിൽ സംരക്ഷിക്കേണ്ടതല്ലേ? കാരണം ആറാട്ടിന് മാത്രം തുറന്നു കൊടുക്കുന്ന രീതിയിൽ ഇതിനെ സംരക്ഷിക്കേണ്ട ആവശ്യം ഇനി ഉണ്ടാവുകയല്ലേ? കാരണം ഇതിപ്പോൾ ഇന്ന് കുടുംബശ്രീ, ഇനി നാളെ ഇതുപോലെ മറ്റു പലരും ഇതിലേക്ക് കടന്നു കയറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരിടമായിട്ടും കൂടി അത് മാറും. അപ്പൊ അത്തരത്തിലല്ലേ സംരക്ഷിക്കേണ്ടത്? പലപ്പോഴും നമുക്കറിയാം പല ഈ ക്ഷേത്രങ്ങളുടെയും ഇപ്പൊ തന്നെ ശബരിമലയില്, പമ്പയില് ആറാട്ട് കടവുണ്ട്. അത് ആ ഒരു ഭാഗം തന്നെ പ്രത്യേകമായിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവിടെ മറ്റ് ഭക്തരൊക്കെ പമ്പയിൽ കുളിക്കുമെങ്കിൽ അങ്ങോട്ടേക്ക് അവർക്ക് പ്രവേശം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അത്തരത്തിൽ
ഇത് കൊണ്ടുപോകേണ്ടതിന്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടാവുകയല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഇത് അന്നത്തെ കമ്മീഷണറായിരുന്ന അനന്തരാമൻ, ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കമ്മീഷണറായിരുന്ന അനന്തരാമൻ എന്ന് പറയുന്ന ആളാണ് ഇത് പണി കഴിപ്പിച്ചത്. ആ കൽമണ്ഡപത്തിന്റെ ഒരു സൈഡിൽ അത് കുത്തിവെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോ യഥാർത്ഥത്തിൽ ഇത് 100 വർഷം അല്ലെങ്കിൽ അത് ചരിത്ര പ്രാധാന്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കൽമണ്ഡപം ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിലുണ്ട്. പൈതൃക സംരക്ഷണ വകുപ്പുണ്ട്. അവർ ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ ഹൈന്ദവ സംഘടനകൾ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് രേഖാമൂലം ഇവിടുത്തെ ഏജൻസികൾക്ക്, സർക്കാർ ഏജൻസികൾക്ക് ഞങ്ങൾ നേരിട്ട് നൽകുകയാണ്. ഈ സംരക്ഷിതമായിട്ടുള്ള ഈ പൈതൃക മണ്ഡപം കമ്പിവേലി കെട്ടിത്തിരിച്ചുകൊണ്ട് ഈ ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിനും അത് നൽകാൻ പാടില്ല എന്നുള്ള കൃത്യമായ ആവശ്യം ഹൈന്ദവ സംഘടനകൾ ഇന്ന് സർക്കാരിന്റെ വിവിധ ഏജൻസികളെ സമീപിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് രേഖാമൂലം ഇന്ന് പരാതി നൽകാനിരിക്കുകയാണ്. അത്തരത്തിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ പറയുന്നത്, ഇവിടെ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന സമയത്ത് ശംഖുമുഖം ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഈ ബീച്ച് മുഴുവൻ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അവിടെ ടൈല് പാകിക്കൊണ്ട് ഇവിടത്തെ ആറാട്ടിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. 15 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അവിടെ നടപ്പിലാക്കി. അപ്പോഴും ഹിന്ദു ഐക്യവേദി അവിടെ മുന്നിൽ വന്ന് അവിടെ പ്രതിഷേധം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആറാട്ട് മണ്ഡപം നിൽക്കുന്ന സ്ഥലം ഒഴിവാക്കി ആ വികസന പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാനുണ്ടായത്. അതിന്റെ ഈ മണ്ഡപത്തിനോട് ചേർത്ത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ. രണ്ടാമത് ഇളക്കി മാറ്റി ഈ ചരിത്രപരമായി നടക്കുന്ന ഈ ആറാട്ടിന് അവിടെ കോൺക്രീറ്റ് ഒന്നും പാടില്ല. അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ ആറാട്ട് മണ്ഡപത്തിന് കിട്ടേണ്ട യാതൊരു പരിഗണനയും ഇവിടുത്തെ സർക്കാരുകൾ നൽകിയിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ ഇതിനോട് ഒരു കൃത്യമായ ഒരു നിലപാട് ഗവൺമെന്റിനില്ല. അത് ആര് എന്ത് ചെയ്താലും അത് ഹിന്ദുക്കളുടേതല്ലേ എന്നുള്ളൊരു സമീപനമാണ് പലപ്പോഴും. അപ്പൊ ഇതിനകത്ത് ഒരു അട്ടിമറി, ബോധപൂർവമായ ഒരു അട്ടിമറി നടത്താൻ വേണ്ടി തന്നെയാണല്ലേ? ആറാട്ടിനെ അതിന്റെ ഒരു പവിത്രത ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ്. അതെ, എന്താണ് നമുക്ക് കാണാൻ? അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിപാവനതയും പവിത്രതയും എത്രത്തോളം ഉണ്ടോ അതേ രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഈ ആറാട്ട് മണ്ഡപം. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അത്തരത്തിൽ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സംരക്ഷിതമായിട്ടുള്ള ഈ മണ്ഡപം ഇന്നിപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ചുമതലയിലല്ല. അപ്പൊ അവർക്ക് ചില പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികൾ ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയാണ് കസ്റ്റോഡിയൻ എന്നാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെ നഗരസഭ കസ്റ്റോഡിയൻ ആണെങ്കിൽ നഗരസഭയ്ക്ക് ഇതിനുള്ള ബാധ്യത ഏറ്റെടുത്തേ പറ്റും. അപ്പോൾ ഈ നഗരസഭയിലെ വീഴ്ച, ഗവൺമെന്റിന്റെ ഭാഗത്തെ വീഴ്ച, അതിന്റെ ചുറ്റുപാടും വരുന്ന DTDC ആണ് അതിന്റെ പരിലാളനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് മേയർ ഇടപെട്ടിട്ടില്ല. ഇതിനകത്തൊരു കാര്യം പ്രതിഷേധം ഉണ്ടായിട്ടും അത് വളരെ ശക്തമായിട്ട് വന്നപ്പോൾ, ഇന്നലെ ഇവിടുത്തെ ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് പറഞ്ഞപ്പോൾ വളരെ ലാഘവത്തോടുകൂടിയുള്ള മറുപടിയാണ് ലഭിച്ചത്. അവരാരും ആദ്യം ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. അവരൊക്കെ പറയും, ഇതൊക്കെ അവിടെ സ്ഥിരം നടക്കുന്നതല്ലേ, അതെന്താ നിങ്ങൾക്ക് എന്താ അവിടെ, നിങ്ങൾ ഇന്നൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്നുള്ള കൃത്യമായ നിലപാടുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ പറഞ്ഞു, ഇതിന്റെ കൈവിട്ടു പോകുന്ന ഒരു കളിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അടിയന്തരമായി ഇടപെട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇതില്ലെങ്കിൽ തിരുവനന്തപുരത്തെ തന്നെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടണം. അവസാനം അധികാരികൾ ഇടപെട്ടിട്ടാണ് അവിടുന്ന് പിന്മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അവരുടെയൊക്കെ ആദ്യ പ്രതികരണങ്ങൾ ഞങ്ങളെയൊക്കെ അമ്പരപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായിട്ടുള്ളത്. വളരെ ഖേദകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.